നമസ്കാരം. വിട്ടുകളയണം ചിലതൊക്കെ. കാരണം പലരോടുമൊപ്പമുള്ള യാത്ര അല്പദൂരം മാത്രമേ ഉള്ളൂ എന്ന് നാം ഓർക്കേണ്ടിയിരിക്കുന്നു. ഒരിക്കൽ ഭയങ്കര തിക്കും തിരക്കുള്ളൊരു ബസ്സിൽ ഒരു യുവതി തനിക്ക് കിട്ടിയ സീറ്റിലിരിക്കുകയാണ്. അതാ പ്രായമുള്ളൊരമ്മ കയ്യിൽ കുറേ ബാഗും പച്ചക്കറിയും ഒക്കെ ആയിട്ട് ബസ്സിലേക്ക് കയറി. ഈ യുവതിയുടെ അടുത്തുള്ള സീറ്റിൽ തന്നെ ഇരിക്കുകയും ചെയ്തു. ഈ അമ്മയാകട്ടെ തൻ്റെ ബാഗും തൻ്റെ കയ്യിലുള്ള പച്ചക്കറിയും എല്ലാം ഇങ്ങനെ വട്ടത്തിൽ പിടിച്ചിരിക്കുക, ഒന്നും താഴെ വെക്കുന്നില്ല. വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അടുത്തിരിക്കുന്ന ഈ യുവതിക്ക്. എന്നാൽ അവരൊന്നും മറുപടിയായിട്ട് പറയുന്നുമില്ല. പുറകിലിരുന്ന ഒരു ചേച്ചി ഈ മുൻപിലിരിക്കുന്ന യുവതിയുടെ ചെവിയിൽ ചോദിച്ചു, നിങ്ങൾക്ക് പറഞ്ഞൂടെ ആ അമ്മയോട് സാധനങ്ങളൊന്ന് താത്തു വെക്കാൻ? നിങ്ങൾക്ക് പറഞ്ഞൂടെ ആ പച്ചക്കറി ഒന്ന് മാറ്റി വെക്കാൻ? യുവതി ചിരിച്ചു, മറുപടിയൊന്നും പറഞ്ഞില്ല. ബസ് സ്റ്റോപ്പ് ആയപ്പോൾ യുവതി ഇറങ്ങി. കൂടെ പുറകിലിരുന്ന സീറ്റിലിരിക്കുന്ന ആ സ്ത്രീയും ഇറങ്ങി. നടന്നു മുന്നോട്ട് പോകുന്ന വഴിക്ക് ഈ യുവതിയോട് ആ സ്ത്രീ ചോദിച്ചു, എന്തേ നിങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ടും അവരോടൊന്നും പറഞ്ഞില്ല? മറുപടിയായിട്ട് ഈ യുവതി പറഞ്ഞു, പ്രിയ സുഹൃത്തെ, ഞാനും ആ പ്രായമുള്ള സ്ത്രീയുമായിട്ടുള്ള യാത്ര വളരെ കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. അല്പദൂരത്തേക്ക് മാത്രമേ ഉള്ളൂ ഞങ്ങൾ തമ്മിലുള്ള യാത്ര. അതിനിടയിൽ ഒരു തർക്കവും ഒരു പരിഭവവും ഒരു വഴക്കും വേണമെങ്കിൽ എനിക്ക് ഒഴിവാക്കാമല്ലോ എന്നോർത്താണ് ഞാനൊന്നും പറയാതിരുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതവും നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അല്പദൂരമേ ഉള്ളൂ ഈ ജീവിതത്തിൻ്റെ യാത്ര. വിട്ടുകളയണം ചിലതൊക്കെ. കാരണം അത് നമ്മുടെ സമാധാനത്തെ കൂടെ ബാധിക്കും. നമ്മോട് പരിഭവിക്കുന്നവർ, നമ്മളോട് ശത്രുതയോടെ പെരുമാറുന്നവർ, നമ്മളെ പരിഹസിക്കുന്നവർ, നമുക്ക് അപമാനം വരുത്തുന്നവർ, കാരണമില്ലാതെ നമ്മളോട് ദേഷ്യപ്പെടുന്നവർ, നമ്മൾ എങ്ങനെയും തകർന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒക്കെ ജീവിതയാത്രയിൽ നമ്മൾ കണ്ടുമുട്ടും. പക്ഷേ എല്ലാവരോടും പരിഭവിക്കുകയും പരാതി പറയുകയും തർക്കിക്കുകയും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സമാധാനമാണ് ആദ്യം തന്നെ നഷ്ടപ്പെടുന്നത്. നമ്മൾ ആരാണെന്ന് നമുക്കറിയാമല്ലോ. ജീവിതം വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. എപ്പോൾ ആര് ഏത് സ്റ്റോപ്പിൽ ഇറങ്ങുമെന്ന് നമുക്ക് മരണത്തെക്കുറിച്ച് അറിഞ്ഞുകൂടല്ലോ. അതുകൊണ്ട് അല്പദൂരം മാത്രമേ ഉള്ളൂ പലരുമൊത്തുള്ള സഞ്ചാരം. ചിലതൊക്കെ വിട്ടുകളയാം, ചിലതൊക്കെ മറന്നു കളയാം, ചിലതൊക്കെ ഉപേക്ഷിക്കാം. അതിന് എല്ലാവർക്കും സാധിക്കട്ടെ, അതിന് ആത്മധൈര്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി.